हाय फ्रेंड्स, आज हम लोग का कंपनी में नेशनल सेफ्टी डे कैंप किया था। वो फंक्शन में सब फर्स्ट एड करना है, कैसा सेफ्टी में रहना है बोल के हम लोग का एक प्रोग्राम किया। उसका वीडियो है, आप लोग देखो, सपोर्ट करो, सब्सक्राइब करो। थैंक यू। वो क्लास पे फैमिली को कुछ भी नहीं देखने वाला था उनका। फैमिली का बारे में नहीं तो एम्प्लॉय के बारे में कुछ भी नहीं था। फिर बाद में बहुत लोग यूनियन स्टार्ट करके वो लोग थोड़ा एटलीस्ट फैमिली विक्टिम फैमिली को कुछ ना कुछ करना बोल के मीटिंग करके ट्रेड यूनियंस के सेफ्टी डिपार्टमेंट वाला से നമ്മൾ ചെയ്യേണ്ടതെന്ന് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കണം. പുള്ളിക്ക് റെസ്പോൺസ് ഉണ്ടോന്ന് ഹേ ബൈ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കാഷ്വാലിറ്റി കിടക്കുന്ന അവസ്ഥയിൽ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഇയാൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കണം. ബോധമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുക. ബൈ എന്ന് വിളിക്കാം. വിളിക്കുക. ഓക്കെ. ये ऐसे कोई सिचुएशन हो गया, ये उसको या ये नहीं है तो आप बुलाना है उसको, ठीक है। ऐसा जोर से उसको बुलाना है। अगर वो उठ जाएगा तो ठीक है, अगर आप बुलाएगा नहीं उठाएगा तो क्या करना है? അപ്പോൾ ബോധമില്ല. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ആളിനെ എന്ത് ചെയ്യണം? ആംബുലൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ആളിന് മെസ്സേജ് എടുക്കുകയാണ്. നിങ്ങൾ ആംബുലൻസിനെ വിളിക്കുമെന്നുള്ളത് മെസ്സേജ് എത്രയും പെട്ടെന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ചെക്കുന്നത് എങ്ങനെ? കരോട്ടിക് പൾസ്, ഈ ഭാഗത്ത് പൾസ് ചെക്ക് ചെയ്യുക. അതിവിടെ നോക്കാം, കരോട്ടിക് പൾസ് അല്ലെങ്കിൽ ഈ റേഡിയൽ പൾസ്. കരോട്ടിക് പൾസ് നോക്കുന്നതാണ് കൂടുതൽ കൃത്യതയായിട്ടുള്ളത്. ठीक है, आप ऐसा आप बुलाया और नहीं उठाया, ठीक है, तो आप क्या करना है? पहले आपको सुपरवाइजर को फ़ोन करके बोलना है तुरंत एक एम्बुलेंस भेजने के लिए, या तो गाड़ी लेके आने के लिए एम्बुलेंस भेजने के लिए फ़ोन करके बताना है। उसके बाद में आप जल्दी उसका पल्स चेक करना है। तो पल्स चेक करने के लिए इधर देखना है, इधर भी आपको मिल जाएगा, लेकिन इधर आपको अच्छा से एकदम करेक्ट में मिल जाएगा। बंदा ऐसे गिर गया, ठीक है, आप तो एम्बुलेंस को बुलाएंगे, ठीक है, वो तुरंत तो नहीं आएगा ना, तो आप तो वो भी करना है, उसको साथ साथ में उसको पल्स देखना है, ठीक है। നിങ്ങൾ ഈ ആംബുലൻസ് വിളിക്കാനായിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. അടുത്തുള്ള ആളിന് വേണം മെസ്സേജ് കൊടുക്കാൻ. ആംബുലൻസ് വിളിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. നിങ്ങൾ അടുത്ത ഇയാൾക്ക് പൾസ് ഇല്ല. അപ്പോൾ ഉടനെ CPR നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്. ഇനി അപ്പോൾ പൾസ് ഇല്ല എങ്കിൽ നമ്മൾ CPR കൊടുക്കണം. ഇനി പൾസ് ഉണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? പൾസ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് കാർഡിയാക് CPRൻ്റെ ആവശ്യമില്ല. ഇയാൾക്ക് അൺകോൺഷ്യസ് ആണ്, ബോധം പോയി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിക്കവറി പൊസിഷൻ എന്ന് പറയും. ഈ ഒരു പൊസിഷനിൽ ചരിച്ച് കിടത്തിയാൽ മാത്രം മതി. ഇയാൾക്ക് ബോധമില്ല. ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ശരീരം തളർന്ന് അങ്ങ് കിടക്കുകയാണ്. ഇപ്പോൾ ഇയാൾക്ക് പൾസൊക്കെ ഉണ്ട്, വേറെ കാർഡിയാക് അറസ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടത്തുക. तो अभी आप चेक किया, उसमें पल्स है, उसको पल्स है, ठीक है। अगर ऐसा पल्स है तो आपको क्या करना है? उसका रिकवरी पोजीशन में, मतलब ऐसा साइड में पलटी करके उसको लेके जाना है, ठीक है। ഇനി പൾസില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് തന്നെ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങാം. ഇത് നോക്ക്, ചെസ്റ്റ് കംപ്രഷൻ. अगर उसमें पल्स नहीं है, उसको पल्स नहीं है, ठीक है, अब चेक किया पल्स नहीं है तो तुरंत दूसरा क्या करना है? നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ നെഞ്ചിൻ കുഴി ഇവിടെ ഒരു എല്ല് ബോൺ കാണാം. ആ ബോൺ എൻഡ് ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് നമ്മുടെ കൈപ്പത്തി, ഹീൽ ഓഫ് ദ പാം, ഈ ഒരു ഭാഗം അവിടെയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കൈ നിവർത്തി പിടിക്കുക. എൽബോ ഇത് ഒട്ടും മടങ്ങാത്ത രീതിയിൽ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഈ നെഞ്ചിൻ്റെ ഈ ഒരു പൊസിഷൻ, ആ ഒരു ഇതിൽ ഹീൽ ഓഫ് ദ പാം ഇവിടെ പിടിച്ച് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ മുട്ടുകുത്തിരിക്കുക. തറയിൽ തന്നെ കിടത്തുക. ടേബിളിലല്ല നമ്മൾ കിടത്തേണ്ടത്. ശരിക്കും ഒരു ആക്യുറേറ്റ് CPR നമ്മൾ കൃത്യമായിട്ടുള്ള CPR കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റ് സർഫസിൽ തറയിൽ നിലത്ത് തന്നെ കിടത്താൻ ശ്രമിക്കുക. എന്നിട്ട് നടു നിവർത്തി ഈ ഒരു കൈ നിവർത്തിക്കൊണ്ട് ഇവിടെ ഈ ഒരു ഇതിൽ 30 കംപ്രഷൻ എന്ന് പറയുന്നത് 1 ഇത് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ 1 2 3 4 5 6 7 അങ്ങനെ 30
30 വരെ അങ്ങനെ കംപ്രഷൻ കൊടുക്കുക. भैया ना जी आपको तो देखिए पल्स होता है ना, पल्स होता है आपको पता है क्या करना है. भैया ना जी हर बंदा के ना जी हाथ किधर होता है, आपको हृदय होता है किधर है, हाँ तो पता है ना. तो उसी तरह से उस तरफ उसको मोड़ना है. ठीक है, कब है पल्स हो तो ठीक है, तब है ना इसको हाथ है ना रिलैक्स मोड में रख के उस तरह रखना है ताकि एम्बुलेंस आ जाएंगे वो जा सकता है. आप कुछ भी करने की ज़रूरत नहीं. पल्स हो जाएगा तो पल्स नहीं है. ठीक है, तब है ना जी आपको देख लीजिए इधर है ना, आपको कोई भी हाथ रखेगा ना आपका है ना हड्डी नहीं होता, ये हड्डी है ना आके इधर में गैप होता है हर बंदा का. ठीक है, वो जगह में इसे फ्लैट में रखना है. मतलब मैंने कभी भी ऐसा अंडुलेशन सरफेस में नहीं रखना है. मतलब अप एंड डाउन होता है उस तरह नहीं, एकदम फ्लैट होना चाहिए. ठीक है, उसी तरह से उधर रख के इस तरह सीधा करके आपका जो हाथ है ना एकदम परफेक्ट सीधा होना है. ऐसा 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 नहीं है, मोड़ना नहीं, सीधा करके आप तो इस तरह करता है ना. ठीक है, करके ये है ना ये बात किधर रखना है आपको, ये बोन एंडिंग है ना गैप है ना ये जगह में रख के. ठीक है, उस तरह है ना जी 30 बार है पंपिंग करना है. बिकॉज अभी है ना आपको पल्स है, पंप करेगा ना वो मर जाएगा. ठीक है, उस टाइम में थोड़ा सा कुछ भी नहीं करना है, उस तरह ऐसे रखना है. मार्क पंपिंग पल्स नहीं मिल रहा है तब है नहीं उस तरह उसको 30 बार है. ठीक है, ऐसा ऐसा करके पंप करता है ना, ये सीधा होना जरूरी है. आप इन्हें खड़ा हो मतलब ऐसा मिट्टी में होके. ठीक है, उसको ना ऐसे ऐसे करना है 30 बार. ठीक है, ഇങ്ങനെ 1 2 3 4 ഇതുപോലെ 30 വരെ കൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കംപ്രഷൻ കൊടുക്കുന്നത് ഒരു 5 സെന്റിമീറ്ററിനോളം നമ്മൾ ഈ ഒരു കംപ്രഷൻ ആ ഒരു ഡെപ്ത് കിട്ടത്തക്ക രീതിയിലാണ് നിങ്ങൾ ഫോഴ്സ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ 30 കൗണ്ട് കഴിഞ്ഞതിന് ശേഷം റെസ്ക്യൂ ബ്രീത്ത്, 2 റെസ്ക്യൂ ബ്രീത്ത്, അത് കമ്പൽസറി അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികൾ മുന്നേ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് വേണമെങ്കിൽ കർച്ചീഫ്, ഫേസ് മാസ്ക് അതുപോലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കർച്ചീഫ് മറച്ചു വെച്ചുകൊണ്ട് ഈ ഹെഡ് ഇങ്ങനെ ഹെഡ് ചിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ ഇങ്ങനെ നിവർത്തി കിടക്കും, ഇങ്ങനെ തല ഉയർത്തി വെച്ചുക. എന്നിട്ട് നമ്മുടെ ഇയാളുടെ മൂക്ക് പിൻ ചെയ്യുക, ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ നിവർത്തിക്കൊണ്ട് 2 റെസ്ക്യൂ ബ്രീത്ത് നമ്മൾ എയർ എടുത്തുകൊണ്ട് 2 ബ്രീത്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അതെന്താ ശ്വാസം കിട്ടാനായിട്ട്, ശ്വാസം ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 ബ്രീത്ത് എടുത്തിട്ട് കൊടുക്കുക. जी आपको ब्रीथ पाइप होता है ना भाई, ये तो ना हमारा तो ना देख लो करने के टाइम में ये पाइप होता है ना, ये पाइप इसीलिए ना आपको हेड है ना सीधा इस तरह करना है. ठीक है, इस तरह रहेगा ना तो ये तो ना जो मतलब बेंड हो जाता है. ठीक है, मतलब चांसेस है, इसीलिए ना जो थोड़ा सा उसको सीधा उस तरह करके. ठीक है, उसके बाद में उसको नाक है ना जी बंद करना है. नाक बंद करके ये मुँह ने ओपन करते हुए आप अच्छे से ना जी लेना है इसको करके. ठीक है, तब उसी हिसाब से उसको तो फूकना है. इस तरह 2-3 बार करना है. ठीक है, हाँ वो तो ज़रूरत नहीं है. ठीक है, वो तो मतलब हर बार है जो तो करने का ज़रूरत नहीं पड़ता है. कभी भी ने जब 30 बार किया वो ठीक हो सकता है. मान लीजिए उसके बाद भी नहीं हुआ देन है तो हमको नेक्स्ट स्टेप है ब्रीथ. അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞു. ഇനി വീണ്ടും കംപ്രഷൻ 30 കംപ്രഷൻ കൊടുക്കുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഏത് സമയം വരെ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് ഇയാൾക്ക് പൾസ് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. വീണ്ടും പൾസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. പൾസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് നിർത്തുക. പൾസ് വീണ്ടും നോക്കിയിട്ട് പൾസ് ഇല്ല എങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതുവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആംബുലൻസ് എത്തിക്കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തുന്നത് വരെ നമ്മൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ 30 കംപ്രഷൻ റെസ്ക്യൂ ബ്രീത്ത്, 30 കംപ്രഷൻ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക. ഇത് നമ്മൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൾസും ചെക്ക് ചെയ്യുക. പൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ പ്രവൃത്തി നിർത്താം. മനസ്സിലായില്ലേ? जी ये तो काम है नहीं जी, आप तो कब तक करना है, आपको एम्बुलेंस आने तक है ना आपको करना है. हर बात क्या है, पहले नहीं जो आपको 30 बार करता है, उसके बाद में ब्रीथ देता है. ठीक है, उसके बाद अगेन आप पल्स चेक करते हैं. ठीक है, मान लीजिए उसको पल्स से ठीक हो गया, मतलब भगवान तो शुक्र अच्छा दिया है इसको, देन इसको नहीं करने का ज़रूरत नहीं है, तब छोड़ना है. ठीक है, नहीं है देन अगेन आपको प्रोसीजर यही शुरू करना है एम्बुलेंस आने तक. ठीक है, उसको छोड़ना नहीं है. हाँ, उसके बाद है नहीं इसको एम्बुलेंस हॉस्पिटल लेके जाता है ना, उस टाइम भी करते ही रहना. एक बार आपको डॉक्टर बोल दिया वो अंदर गया है ना, तब हमारा तो आपका काम खत्म.
इसको आप जाने तक, हॉस्पिटल पहुंचने तक आपको तो काम तो एक बंदा उधर साथ रहते रहते हुई वही करना है, ठीक है। नवे डेज में लगी स्कूटर है ना, रिसेंटली मतलब कौन चला सकता है? ആരാ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് ആരൊന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും, അതായത് നമ്മുടെ കൺമുമ്പില് തീപിടുത്തം തുടങ്ങി, ഫയർ തുടങ്ങി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും ഇത് ഉപയോഗിക്കാം. അല്ല നമ്മുടെ സൂപ്പർവൈസർ വരണം, അല്ല ഇത് ലേബറാണ് ഉപയോഗിക്കേണ്ടത്, സൂപ്പർവൈസർ അല്ല ഉപയോഗിക്കേണ്ടത്, അല്ല മാനേജർ അല്ല ഉപയോഗിക്കേണ്ടത്, അല്ല എഞ്ചിനീയർ അല്ല ഉപയോഗിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഉപയോഗിക്കാം. ആരുടെ കൺമുമ്പിലാണോ ഉള്ളത് അവരെ ഫസ്റ്റ് ആക്ട് ചെയ്തിരിക്കണം. ये आपको यूज़ कर सकता है, ये आप बोल रहे हैं सुपरवाइजर के लिए ये यूज़ कर सकता है, ऐसे नहीं है। जो भी एक बंदा, जो भी आपका पास में एक फायर हो गया, ठीक है, फायर कैसे भी हो सकता है, तो छोटा एक बड़ा फायर होने का पहले छोटा फायर हो सकता है, वो छोटा फायर के लिए ठीक है। इसका है ना जी, ऐसा नहीं है कोई एक बंदा ये डिजिग्नेटेड पीपल यूज़ करना, ऐसा नहीं है, कोई भी यूज़ कर सकता है। बट इस पे है ना जी, आपको पता होना चाहिए कैसा यूज़ करना है, किसके लिए यूज़ करना है। आग लग जाएगा तो यूज़ करना है। हाँ, ये तो ज़्यादा हो गया।